കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയിലേക്ക് ഇന്നത്തെ ദിവസം വിഴിഞ്ഞം എത്തുന്നുണ്ട്. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ട് ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് വിഴിഞ്ഞത്തിന്റെ പെർഫോമൻസ് തന്നെ ഇത് എത്രത്തോളം വലിയൊരു പദ്ധതിയാണ്, എന്താണ് ഈ പദ്ധതിയുടെ പ്രാധാന്യം എന്ന് രാജ്യത്തിന് മുഴുവൻ വ്യക്തമാക്കി കൊടുക്കുന്നതാണ്. ഇന്ന് പ്രധാനമന്ത്രിയുടെ യാത്രാ പരിപാടികളൊക്കെ എങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? നഗരത്തിൽ എത്രത്തോളം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്? ഉദ്ഘാടന ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? ശ്രീജ, ഏതാണ്ട് 9:55 9:45 കഴിയുമ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം റോഡ് മാർഗം പാങ്ങോട് സൈനിക ക്യാമ്പിന്റെ ഗ്രൗണ്ടിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ. അവിടെ നിന്ന് പാങ്ങോട് സൈനിക ക്യാമ്പിൽ ക്രമീകരിച്ചിരിക്കുന്ന ഹെലികോപ്റ്ററിൽ, സേനാ ഹെലികോപ്റ്ററിലായിരിക്കും അദ്ദേഹം ഈ ഹെലിപ്പാഡിലേക്ക്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് തൊട്ടടുത്താണ്, അതീവ സുരക്ഷാ മേഖലയ്ക്കടുത്താണ്. അതീവ സുരക്ഷാ മേഖലയിൽ 3 ഹെലിപ്പാഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൽ ഒരു ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങും. അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാനായി മറ്റ് 2 ഹെലികോപ്റ്റർ ഒപ്പമുണ്ടാകും എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം കടന്നു വരുന്ന വഴികളിൽ ഏതാണ്ട് 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നിർത്തിയിട്ടുണ്ട്. അവരുടെ ഇതിനോടകം തന്നെ അവരുടെ വിന്യാസം പൂർണ്ണമായി കഴിഞ്ഞു. അതോടൊപ്പം ഇടവഴികളിൽ ഉൾപ്പെടെ പ്രത്യേക നിരീക്ഷണമുണ്ട്. വാഹനങ്ങളുടെ പാർക്കിംഗ് ഒരു സ്ഥലങ്ങളിലും അനുവദിക്കുകയില്ല. ഈ വാഹനം വ്യൂഹം കടന്നു വരുന്ന വഴികളിലൊന്നും പാർക്കിംഗ് അനുവദിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. അതോടൊപ്പമാണ് എനിക്ക് പിന്നിൽ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പ്രേക്ഷകർക്കെന്ന് കരുതുന്നു, കരയിലും കടലിലും ഒരുപോലെ സുരക്ഷ തീർക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച്. പ്രത്യേകമായൊരു കലുഷിതമായ സാഹചര്യം നിലനിൽക്കാൻ ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കുമെന്നുള്ള വലിയ അഭ്യൂഹങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം. അതുകൊണ്ട് തന്നെയാണ് കടലിനോട് ചേർന്നും, അതായത് മറ്റ് തുറമുഖങ്ങളുമായൊക്കെ അതിർത്തി പങ്കിടുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. അതുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടായ പശ്ചാത്തലത്തിൽ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ഒക്കെ വലിയ കപ്പലുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഈ പദ്ധതി പ്രദേശത്തിന് സമീപത്തായി നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കപ്പലുകൾ അവിടെ എത്തിയതാണ് ഈ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി. അതോടൊപ്പമാണ് ഈ പദ്ധതി പ്രദേശത്തെ അതീവ സുരക്ഷാ മേഖലയിലെ പ്രത്യേക വ്യോമ നിരീക്ഷണം. ഡ്രോണുകൾ ഉൾപ്പെടെ ഒന്നും ഈ പരിസരത്ത് ഇന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല. മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് പോലും അകത്തേക്ക് പോകുന്നതിന് പ്രവേശനത്തിന് വിലക്കുണ്ട്. ക്യാമറ യൂണിറ്റുകളുമായി പോകുന്നതിന് അത്രമാത്രം വലിയ ജാഗ്രതയോടെയാണ്, പഴുതടച്ച സുരക്ഷയാണ് മറ്റ് ഏജൻസികൾ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സാധാരണയായി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് കൃത്യമായി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹം എവിടെ ഇറങ്ങണം, ഏത് ദിശയിലായിരിക്കണം ഈ തുറമുഖത്തേക്ക് പ്രധാന കവാടത്തിലേക്ക് എത്തേണ്ടത് എന്നതൊക്കെ SPG ആയിരിക്കും തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് സംബന്ധിച്ച കൃത്യമായ ധാരണകളൊന്നും നൽകിയിട്ടില്ല SPG ഉദ്യോഗസ്ഥർ എന്നാണ് അവസാന മണിക്കൂറിൽ അവർ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ യാത്രാപഥത്തിൽ മാറ്റം വരുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തമായ ഉറപ്പ് നൽകാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. എന്തായാലും കനത്ത സുരക്ഷയിലാണ് തലസ്ഥാനം. സമാനതകളില്ലാത്ത സുരക്ഷാ പരിശോധനകൾ, തുടർച്ചയായി ഉണ്ടാകുന്ന ബോംബ് ഭീഷണികൾ, അതിനൊക്കെ നടുവിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10:30 തുറമുഖത്തിന്റെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിലേക്ക് പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ വന്നിറങ്ങും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ.